യേശുക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിനെ അറിയാൻ കഴിയുകയില്ല. ഇതാ യേശുക്രിസ്തു പറയുന്ന, പിതാവേ, ലോകത്തിന് നിന്നെ, ഈ മക്കൾക്ക് നിന്നെ അറിയില്ല, എനിക്ക് നിന്നെ അറിയാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ യേശുവിനെ പോലെ അല്ലായിരുന്നു അന്നത്തെ യേശു. അന്നത്തെ യേശു സ്വർഗസ്ഥ പിതാവിനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്നും ആ യേശു ഉണ്ട്. വളരെ കുറച്ച് ദൈവദാസന്മാരിലൂടെയൊക്കെ ആ യേശു പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ധാരാളം ദൈവദാസന്മാരെന്ന് പറയുന്നവരിലൂടെയും വഞ്ചിക്കപ്പെട്ട നല്ല ദൈവദാസന്മാരിലൂടെയും പ്രവർത്തിക്കുന്നത് പൗലോസ് പറഞ്ഞതുപോലെ മറ്റൊരു യേശുവാണ്. ആ യേശു ഒരിക്കലും പിതാവിനെ വെളിപ്പെടുത്തില്ല. ആ യേശു തന്നെക്കൊണ്ട് തന്നെ പിതാവിനെ മറച്ചു കളയും. ഈ യേശുവിനെയാണ് ബൈബിളിൽ പറയുന്ന കള്ളക്രിസ്തു. യേശു പറഞ്ഞിരിക്കുകയാണ്, അനേക കള്ളക്രിസ്തുക്കൾ വരും, കള്ളപ്രവാചകന്മാർ അവരെ അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ അകത്തേക്ക് ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജീവിതകാലത്ത് ആത്മാവിൻ്റെ നരി നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരില്ല. നിങ്ങൾ അതിശയിക്കും, എൻ്റെ അടുത്തിരിക്കുന്നവനെന്താ ഇങ്ങനെ, അവനക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ, അവനെന്താ ഈ പ്രഷർ കുക്കർ പോലെ ചീറ്റി പിടിച്ചൊക്കെ ഇരിക്കണേ. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ചലനമില്ലല്ലോ. പക്ഷേ ഞാൻ കഴിഞ്ഞ 35 വർഷമായിട്ട് ഇൻ്റർനാഷണൽ ചർച്ചിലെ മെമ്പറാണ്. പക്ഷെ ഒരു ചലനം അകത്ത് ഇല്ല. മോനെ ശ്രദ്ധിച്ചേ, ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുവിനെയാണ് അകത്തേക്ക് സ്വീകരിച്ചത്. ശ്രദ്ധിച്ചേ, ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുവിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുവിൽ ഭയങ്കര സംസാരമൊക്കെ ഉണ്ടാവും, ജീവൻ ഉണ്ടാവില്ല. ഒറിജിനൽ ക്രിസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ ക്രിസ്തു പറയുകയാണ്, എന്നിൽ വിശ്വസിച്ചവൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ധാരാളമായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ ചതിക്കുന്ന ലോകത്ത് ധാരാളമായി കർത്താവിനെ കാണിച്ചു തന്നത് ബൈബിളിലെ ക്രിസ്തുവേ അല്ല ഇവരുടെ ഉള്ളിൽ. പകരം ഒരു അവതാറാണ്, അവതരിപ്പിക്കുന്ന ഒരു ഫാൻസി ഡ്രസ് ക്രിസ്തുവാണ്. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അവസാനം ഒറിജിനൽ ക്രിസ്തു ന്യായവിധി സമയത്ത് ഇവരോട് പറയും, ഐ നെവർ ന്യൂ യു, ഞാൻ ഒരു കാലത്ത് നിന്നെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് നിന്നെ അറിയാലോ. ഈ ജനം പറയും. അപ്പോൾ ഒറിജിനൽ ക്രിസ്തു പറയും, ഐ നെവർ ന്യൂ യു, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഗെറ്റ് ഔട്ട്, ഡിപ്പാർട്ട് ഫ്രം മീ, എന്നെ വിട്ടുപോ, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവർക്ക് യേശുവിനെ അറിയാം. അപ്പോൾ ഇവരറിയുന്ന യേശു അല്ലാതെ നിൽക്കണേ, അത് ഒറിജിനലാണ്. അപ്പോൾ അനേകർ ചതിക്കപ്പെട്ട ഈ മണ്ഡലത്തിൽ ബൈബിൾ അധികം പ്രാവശ്യം പറയാണ്, ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ ഏതുതരം ചതിക്കരുത്. ചതിയനായ പിശാച് നടക്കുകയാണ്, അവൻ്റെ കള്ളപ്രവാചകനിലൂടെ, പ്രവാചകന്മാരിലൂടെ അവൻ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. പണ്ടത്തെ ജനത്തിനത് കയ്യിലില്ലായിരുന്നു. എന്നാൽ കൃപയാൽ ഇന്ന് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ ദൈവം നമുക്ക് കയ്യിൽ തന്നിട്ടുണ്ട്.